തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ സമയപരിധി നീട്ടി. ഫോമുകൾ തിരികെ നൽകാൻ 11 വരെ സമയം. കരട് പട്ടിക ഡിസംബർ 16-ന്, അന്തിമ പട്ടിക ഫെബ്രുവരി 14-ന്. കേരളം ഉൾപ്പെടെ 12 സംസ്ഥാനങ്ങളിൽ സമയപരിധി ബാധകം. നടപടി SIR-മായി ബന്ധപ്പെട്ട ഹർജികൾ സുപ്രീം കോടതി പരിഗണിക്കാനിരിക്കെ. ലൈംഗിക പീഡന കേസിൽ 4ാം ദിവസവും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ. MLA തേടി തിരുവനന്തപുരത്ത് നിന്നുള്ള അന്വേഷണ സംഘം പാലക്കാട്. ഫ്ളാറ്റിൽ വീണ്ടും വിശദമായ പരിശോധന നടത്തി SIT. യുവതി നൽകിയ മൊഴിയിൽ ഗുരുതര ആരോപണങ്ങൾ. ഭ്രൂണഹത്യ നടത്താൻ രാഹുൽ നൽകിയത് ജീവന് തന്നെ ഭീഷണിയാകുന്ന മരുന്നുകൾ. സൈബർ അധിക്ഷേപ പരാതിയിൽ രാഹുൽ ഈശ്വർ കസ്റ്റഡിയിൽ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡിനെതിരെ തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ മൊഴി. ദ്വാരപാലക ശില്പത്തിന്റെ പാളികൾ കൊണ്ടുപോകാൻ അപേക്ഷ നൽകിയപ്പോൾ അനുമതി നൽകി. ഗോവർദ്ധനെയും പോറ്റിയെയും പരിചയമുണ്ടെന്നും ഗോവർദ്ധനന്റെ ജ്വല്ലറിയിൽ പോയത് ഭക്തന്റെ ക്ഷണപ്രകാരമെന്നും തന്ത്രി. പ്രതികളെ സർക്കാർ സംരക്ഷിക്കുന്നുവെന്ന് പ്രതിപക്ഷം. 400 ദിവസത്തിലേറെ നീണ്ട മുനമ്പത്തെ റിലേ നിരാഹാര സമരം ഒരു വിഭാഗം അവസാനിപ്പിച്ചു. പുതിയ വേദിയിൽ സമരം തുടങ്ങി സമരസമിതിയിലെ വിമതർ. റവന്യൂ അവകാശങ്ങൾ പൂർണ്ണമായി പുനഃസ്ഥാപിക്കണമെന്ന മുനമ്പം സമരസമിതി. സർക്കാർ മുനമ്പം ജനതയ്ക്കൊപ്പമെന്ന് മന്ത്രിമാർ. പോലീസ് കസ്റ്റഡിയിൽ യുവതിയെ പീഡിപ്പിച്ച കേസിൽ വടകര DYSP ഉമേഷിന് സസ്പെൻഷൻ. ആഭ്യന്തര വകുപ്പിന്റെ നടപടി പോലീസ് പദവി ദുരുപയോഗം ചെയ്തെന്ന് ചൂണ്ടിക്കാട്ടി. ഉമേഷിന്റെ ഭാഗത്തു നിന്നുണ്ടായത് ഗുരുതര കുറ്റകൃത്യമെന്ന ആഭ്യന്തര വകുപ്പിന്റെ റിപ്പോർട്ടിൽ.